അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് കൂവപ്പൊടി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പണിക്കാരനൊക്കെ വിളിച്ച് പറമ്പിലെ മൊത്തം കൂവ കിളക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറക്കൊന്നും കൂവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ കൂവ. ഇതിന് ആരോറൂട്ട് എന്നും പറയും. നമ്മുടെ ശരീരത്തിൽ ശരീരതാപം കുറക്കാനും ശരീരത്തിലെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫലപ്രദമായ ഔഷധമാണ് കൂവപ്പൊടി തിളപ്പിച്ച് കുടിക്കുന്നത്. ഒരുപാട് രോഗങ്ങളെ ഇതിന് നിയന്ത്രിക്കാൻ കഴിയും. മരുന്നായിട്ടും ആഹാര പദാർത്ഥമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണിത്. കൂവ തന്നെ 3 തരമുണ്ട്. മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലും നീല നിറത്തിലും. നീല കൂവയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പറമ്പിൽ 3 സൈസ് കൂവയും ഉണ്ട്. നമ്മളിന്നിവിടെ നീല നിറത്തിലുള്ള നാടൻ കൂവയാണ് കിളക്കുന്നത്. സാധാരണ വൃശ്ചികം ധനുമാസത്തിലാണ് കൂവ കിളക്കാറ്. നമ്മൾ പണിക്കാരെ കിട്ടാത്തതിനാൽ കുറച്ച് വൈകിപ്പോയി. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ശരിക്ക് കളയണം. പിന്നെ ഇതിൻ്റെ വേരൊക്കെ നന്നായിട്ട് തന്നെ ചെത്തിക്കളയണം. നീല നിറം കൂടുന്തോറും കൂവയ്ക്ക് നല്ല പൊടിയുണ്ടാകും. കണ്ടില്ലേ, നല്ല പൊടിയുള്ള കൂവ തന്നെയാണ്. ഇങ്ങനെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരണ്ടി എടുത്താൽ മതി. കിളച്ചിട്ട് നമുക്ക് 3 ചാക്ക് കൂവയാണ് കിട്ടിയത്. ഇനി ഇത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ കുറച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ബക്കറ്റ് കൂവ വെച്ച് കൂവപ്പൊടി ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇനിയും ഉണ്ടാക്കാനുണ്ട്. ഇനി ഇതിലെ മണ്ണൊക്കെ പോകുന്നത് വരെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി ഇതൊരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച കൂവയാണിത്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്നിട്ടിത് ഡ്രെയിനറിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കണം. വീട്ടിൽ ഉരലുള്ളവരാണെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചാലും മതി. പണ്ട് കാലത്തൊക്കെ തപ്പിന് ഹോളിട്ടിട്ട് ഉരക്കലായിരുന്നു. എൻ്റെ ഇക്കയുടെ ഉമ്മയൊക്കെ ഉരലിലിട്ട് ഇടിക്കലായിരുന്നു ഇത്. എനിക്ക് ഈ പണി അറിയില്ലായിരുന്നു. ഇവിടെ ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. ഇപ്പോൾ ഇതെല്ലാം സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഫൈനായിട്ട് അരഞ്ഞാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. ഇപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയുള്ളൊരു തോർത്ത് ഈ ചെരുവയുടെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം. ഇനി നമുക്ക് കൂവ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കൈവച്ചൊന്ന് ഇളക്കി പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് ഇക്കയുടെ ഉമ്മ ചെയ്യാറ്. ഞാൻ ചെയ്യുന്നത് ഈ മെത്തേഡിലല്ല.
ഞാൻ ഈ തോർത്ത് ചെരുവയുടെ മേലെ കെട്ടാറില്ല. ഞാൻ ഇങ്ങനെയാണ് പിഴിഞ്ഞെടുക്കാറ്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ചണ്ടി കണ്ടാൽ തന്നെ അറിയാം. തോർത്താവുമ്പോൾ ഇതിൻ്റെ സത്തെല്ലാം ശരിക്ക് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചണ്ടി ഒന്നും കൂടി പിഴിഞ്ഞെടുക്കണം. വെറുതെ ഈ ചണ്ടി വേസ്റ്റ് ആക്കണ്ടല്ലോ, നമുക്കിത് 2 പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൽ നിന്നും എല്ലാ നീരും പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അനക്കാതെ ഒരു ദിവസം ഊറാൻ വെക്കണം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഊറലെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഊറലെല്ലാം കളയണം. കണ്ടില്ലേ ചെരുവയുടെ അടിയിലെല്ലാം പൊടി ഊറിക്കിടക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മണിക്കൂർ ഊറാൻ വെക്കണം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ ഊറലെല്ലാം ഒഴുക്കിക്കളയണം. ഇനി ഇതിലേക്ക് അരപ്പാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് മൂടി വെക്കാം. ഇപ്പം വെള്ളമെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിവാക്കണം. കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളമായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല വൈറ്റിഷ് കളറായിട്ടുള്ള കൂവപ്പൊടി തന്നെ അടിയിൽ ഊറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിത് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 3 മണിക്കൂർ കൂടി ഊറാൻ വെക്കണം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴുക്കിക്കളയാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം.
ഇനി ഇതൊരു ചെറിയ ബൗളിലേക്ക് അരിച്ചു മാറ്റാം. എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 മണിക്കൂർ വെയിലത്ത് വെക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഒഴുക്കി കളയാം. ഇങ്ങനെ 5 ദിവസം ഈ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമുക്ക് 5 ദിവസമായിട്ടുണ്ട്. ഈ ബൗളിലായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ടാവും ഊറി നിൽക്കുന്ന കൂവപ്പൊടി. ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ച് ചുരണ്ടി എടുക്കണം. സ്പൂൺ വെച്ച് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടി 2 ട്രേയിലാക്കി ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു 3-4 ദിവസം വെയിൽ കൊള്ളിക്കണം. ശരിക്കും വെയിൽ കൊള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ കൂവപ്പൊടി കേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശരിക്കും വെയിൽ കൊള്ളിക്കുക തന്നെ വേണം. ഇപ്പോൾ 4 ദിവസം വെയിൽ കൊണ്ട കൂവപ്പൊടിയാണിത്. ഇപ്പോൾ നമ്മുടെ കൂവപ്പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ കൂവ വെച്ച് തെളി കാച്ചുന്ന സമയത്ത് വേഗം മെൽറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ബാച്ചായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഈ രൂപത്തിൽ പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഇതൊരു കവറിലിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 1 ബക്കറ്റ് കൂവ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പൊടി ഉണ്ടാക്കിയത്. ഈ ഒരു കൂവപ്പൊടി വെച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നല്ലൊരു റിയൽ കൂളിംഗ് ജ്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. എത്ര വർഷം വേണമെങ്കിലും ഈ കൂവപ്പൊടി കേടുകൂടാതെ നിൽക്കും. പഴക്കം കൂടുന്തോറും നമ്മുടെ കൂവപ്പൊടിക്ക് ഔഷധ ഗുണം കൂടുകയുള്ളൂ. ഇതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 400 ഗ്രാമിലേറെയുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. നമ്മളിത് പുറത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല കാശായിരിക്കും ഇതിന്. പുറത്ത് നിന്ന് വാങ്ങാത്തത് കൊണ്ട് ശരിക്കുള്ള റേറ്റ് അറിയില്ല. എങ്ങനെയായാലും 1 കിലോ കൂവപ്പൊടിക്ക് 1000 രൂപയുടെ മേലെ റേറ്റ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ കുറച്ച് കൂവ നടുകയാണെങ്കിൽ ശുദ്ധമായ കൂവപ്പൊടി തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഈ കൂവപ്പൊടിയൊക്കെ പുറത്ത് നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയൊന്നും നമുക്ക് കിട്ടാറില്ല. എന്തെങ്കിലും മായമുള്ള പൊടിയായിരിക്കും കിട്ടുക. കൂവ പറമ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഈ കൂവപ്പൊടി വെച്ച് ഒരു റിയൽ കൂളിംഗ് ജ്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.